പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ട് എന്നെ വിളിച്ച് അഭിപ്രായം അറിയിച്ച എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ക്ലാസ് തുടങ്ങിയത് പാട്ടോടുകൂടെ ആയിരുന്നു അല്ലേ? ഇന്ന് പാട്ട് വേണ്ട, ഒരു കഥയായാലോ? ഓക്കെ, ഇന്നൊരു കഥ പറയാം. ആരുടെ കഥയാണെന്നോ? മണ്ണാങ്കട്ടയും കരിയിലയും. കുഞ്ഞുങ്ങൾക്ക് മണ്ണാങ്കട്ട എന്താണെന്ന് അറിയാമോ? ഇതാണ് മണ്ണാങ്കട്ട. മണ്ണ് കുഴഞ്ഞുണ്ടായിരിക്കുന്ന ഒരു കട്ട. അപ്പൊ കരിയിലയോ? നിങ്ങൾ കണ്ടിട്ടില്ലേ മരത്തിന്റെ ഒക്കെ ചുവട്ടിൽ ഉണങ്ങിയ ഇലകൾ കിടക്കുന്നത്? അതാണ് കരിയില. ദേ കണ്ടോ, ഇതാണ് കരിയില. അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്ന കഥ ആ മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥയാണ്. ശരി, അപ്പൊ കഥ തുടങ്ങട്ടെ. പണ്ട് ഒരിടത്ത് ഒരു മണ്ണാങ്കട്ടയും കരിയിലയും ഉണ്ടായിരുന്നു. അവർ നല്ല കൂട്ടുകാരായിരുന്നു. അവരിന്നും കളിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ഒരുമിച്ചാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കെടുത്തതേയില്ല. കൂട്ടുകാർ തങ്ങളിൽ വഴക്കിടത്തില്ലല്ലോ. അതുകൊണ്ട് മണ്ണാങ്കട്ടയും കരിയിലയും ഒരിക്കലും വഴക്കിടത്തില്ല. ഒരു ദിവസം അവർ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മണ്ണാങ്കട്ടയ്ക്കും കരിയിലയ്ക്കും ഒരാശയം തോന്നിയത്. ഒന്ന് കാശിക്ക് പോയാലോ? ശരി, രണ്ടുപേരും കാശിക്ക് പോകാൻ റെഡിയായി. അടുത്ത ദിവസം രാവിലെ മണ്ണാങ്കട്ടയും കരിയിലയും കാശിയിലേക്ക് യാത്ര പുറപ്പെട്ടു. വളരെ സന്തോഷത്തോടുകൂടെ തമാശകളൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് അവര് യാത്ര പുറപ്പെട്ടു. കുറേ ദൂരം പിന്നിട്ടപ്പോഴാണ് ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി. മണ്ണാങ്കട്ടയ്ക്ക് പേടിയായി. മഴ പെയ്ത് ആ മഴവെള്ളം മണ്ണാങ്കട്ടയുടെ മുകളിൽ വീണാൽ എന്ത് സംഭവിക്കും? മണ്ണാങ്കട്ട അലിഞ്ഞു പോകും. മണ്ണാങ്കട്ടയ്ക്ക് പേടിയായി. അപ്പൊ കരിയില പറഞ്ഞു, വേണ്ട, നീ പേടിക്കേണ്ട, നിന്നെ ഞാൻ സഹായിക്കാം. കരിയില എന്ത് ചെയ്തെന്നോ? മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറി ഇരുന്നു. അപ്പോൾ മഴവെള്ളം വീഴത്തില്ലല്ലോ. കുറെ സമയം കഴിഞ്ഞപ്പോ മഴയെല്ലാം ശമിച്ചു. വീണ്ടും മണ്ണാങ്കട്ടയും കരിയിലയും യാത്രയായി. കുറെ ദൂരം ചെന്നപ്പോഴാണ് എന്തു പറ്റിയതെന്നോ? ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങി. കാറ്റടിച്ചപ്പോഴത്തേക്ക് കരിയിലയ്ക്ക് പേടിയായി. കാറ്റടിച്ചാൽ എന്ത് സംഭവിക്കും? കരിയില കാറ്റിലങ്ങ് പറന്നങ്ങ് പോകും. അപ്പോൾ മണ്ണാങ്കട്ട പറഞ്ഞു, വേണ്ട വേണ്ട, നീ പേടിക്കേണ്ട, നിന്നെ ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. മണ്ണാങ്കട്ട എന്ത് ചെയ്തെന്നോ? കരിയിലയുടെ മുകളിൽ കയറിയിരുന്നു. അപ്പോൾ കാറ്റടിച്ചപ്പോ കരിയില പറന്നു പോയില്ല. കാറ്റെല്ലാം ശമിച്ച് ശാന്തമായപ്പോൾ അവർ രണ്ടുപേരും വീണ്ടും യാത്ര പുറപ്പെട്ടു. കുറേ ദൂരം ചെന്നു കഴിഞ്ഞപ്പോഴാണ് എന്ത് സംഭവിച്ചെന്നോ? കാറ്റും മഴയും ഒന്നിച്ചു വന്നു. മഴ പെയ്തതിനോടൊപ്പം തന്നെ കാറ്റും അടിക്കാൻ തുടങ്ങി. പാവം മണ്ണാങ്കട്ട അലിഞ്ഞുപോയി. കരിയിലയോ കാറ്റിലങ്ങ് പറന്നും പോയി. ഉള്ളായിരുന്നോ കഥ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ശരി, അപ്പൊ നമുക്കിനി അക്ഷരം പഠിച്ചാലോ? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പഠിപ്പിച്ച അക്ഷരമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അത് ഞാനൊന്ന് ബോർഡിൽ എഴുതട്ടെ. ഞാൻ ബോർഡിൽ എഴുതുമ്പോൾ തന്നെ എല്ലാവരും അതിന്റെ പേര് ഉറക്കെ പറയണേ. ഏതക്ഷരമാണ്? അതെ, റ. ഏതക്ഷരമാണ്? റ. ഇത് ഏതക്ഷരമാണ്? ര. ഇതോ? ന. ഈ അക്ഷരത്തിന്റെ പേരെന്താണ്? ത. ഈ അക്ഷരത്തിന്റെ പേരെന്താണ്? പ. ഇത്രയും അക്ഷരമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത്. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. റ, ര, ന, ത, പ. എല്ലാവരും ഈ അക്ഷരങ്ങൾ പഠിച്ചല്ലോ.
ഇന്ന് നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് വ. ഏതക്ഷരമാണ്? വ. വ വല. വ വല. നമുക്കൊന്ന് എഴുതി നോക്കാം. വ എഴുതാനായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഏതക്ഷരം എഴുതണം? റ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മലയാള അക്ഷരങ്ങളെല്ലാം എഴുതുന്നത് ഏതിൽ തുടങ്ങിയായിരിക്കും? റായിൽ തുടങ്ങിയാണ്. വായിൽ നമ്മൾ റായിൽ തുടങ്ങി എഴുതിയിട്ട് ഇത് കുറച്ച് വരച്ച് നിർത്തി മുകളിലേക്ക് വരയ്ക്കും. എന്താണ് ഈ അക്ഷരത്തിന്റെ പേര്? വ. വ വല. എന്താണ് വല എന്നറിയാമോ? വല. ഇതാണ് വല. കണ്ടോ? ഇതാണ് വല. വല നമ്മൾ എന്തിനുപയോഗിക്കും? നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ വീട്ടിലൊക്കെ വല കാണും. പിന്നെ നമ്മുടെ കിണറിന്റെ മുകളിൽ വല ഇട്ടിരിക്കും. പിന്നെ നിങ്ങളുടെ വീട്ടിൽ കൊതുക് വലയുണ്ട്. അങ്ങനെ കുറേ വലകൾ നിങ്ങൾ കണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വല. എന്താണ്? മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വല. മീൻ വെള്ളത്തിൽ കിടക്കില്ലേ? വെള്ളത്തിൽ കിടക്കുന്ന ആ മീനിനെ നമ്മൾ പിടിക്കുന്നത് എന്തോ ഉപയോഗിച്ചാണ്? വല ഉപയോഗിച്ച്. അപ്പൊ നോക്കി, ഈ അക്ഷരത്തിന്റെ പേര് വ. വല. അക്ഷരത്തിന്റെ പേരെന്താണ്? വ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വ എഴുതാം. നോക്കിക്കോ. ഇങ്ങനെ ആദ്യം ഒരു റ എഴുതി താഴത്തെ വരെ കൂടെ കുറച്ച് വരച്ചാൽ മതി. കുറച്ച് വരച്ച് നിർത്തി അതിനെ മുകളിലേക്ക് വരയ്ക്കും. എന്താണ് അക്ഷരത്തിന്റെ പേര്? വ. വ വല. നമുക്ക് ഈ അക്ഷരങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു നോക്കാം. റ, ര, ന, ട, പ, വ. ഇത്രയും അക്ഷരം എല്ലാവർക്കും മനസ്സിലായോ? ഇത്രയും അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ നമ്മുടെ മലയാള ഭാഷയിലെ സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും ഒക്കെ പഠിക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കൊച്ചു കൊച്ചു കഥപുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് തന്നെ വായിക്കാൻ പറ്റും. അമ്മയുടെ സഹായം ഒന്നും വേണ്ട. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സ്വരാക്ഷരങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ക്ലാസ് ആയിരുന്നോ? കഥ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, എനിക്കിനി നിങ്ങളോടാണ് ഒരു കാര്യം പറയാനുള്ളത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോകളെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവർ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആ രംഗം ഷൂട്ട് ചെയ്ത് എനിക്ക് താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് അയച്ചു തന്നാൽ ഓരോ ക്ലാസ്സിൻ്റെയും അവസാനം ഓരോ വീഡിയോ വീതം ചേർക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുമല്ലോ.